വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതലേ അല്ല, നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ കാണിക്കുന്നതാണ്. അതും നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെക്കുന്ന ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കണേ, ഒരു മിനിറ്റ് കൂടി വേസ്റ്റ് ആക്കാതെ നമ്മളിതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ എന്ത് കുക്കിംഗ് പരിപാടി തുടങ്ങുകയാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുക ഉള്ളിയൊക്കെ തൊലി പൊളിക്കുക, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊളിച്ച് വെക്കുക, തക്കാളിയൊക്കെ വാഷ് ചെയ്യാനിടുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മളിന്ന് കടായി ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു റെസിപ്പി ഷെയർ ചെയ്യാൻ കരുതി. ഒരു 5 തക്കാളി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 പട്ട 2 ഗ്രാമ്പു ഇട്ടിട്ട് ഒരു വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. ഒരു വലിയുള്ളി കുനുകുനാ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ കടായിലേക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് ബാക്കി റൈസ് കൂടി കഴുകി വെച്ചിട്ട് നമ്മൾ വേഗം അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചൂടുവെള്ളം അവിടെ ഉണ്ട് കേട്ടോ, നമ്മൾ പുറത്തുണ്ട്. അതുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കണതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലം അതൊക്കെ നമ്മളെ ഒരു ഫ്ലേവറിനനുസരിച്ച് 4-5 പീസ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഹറിബറി ആയിട്ട് ചെയ്യുന്നൊരു നെയ്ച്ചോറ് റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ ഇപ്പോൾ നെയ്ച്ചോറൊക്കെ കുക്കറിലാണ് വെക്കൽ. വേഗം കഴിയും ചെയ്യും പണി, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ഞാൻ പറഞ്ഞ പോലെ അടുപ്പിൽ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നെയ്ച്ചോറ്റിൻ്റെ ഓലയാണ് കേട്ടോ. നെയ്ച്ചോറിലേക്കും ബിരിയാണിയിലേക്കൊക്കെ ഒരു സ്മെല്ലിനും സ്പൈസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓലയാണ്. അതുപോലെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അടുത്തതായിട്ട് സലാഡിനുള്ള വലിയ ഉള്ളി, കുക്കുംബറും അതേപോലെ തന്നെ കാബേജും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളകും ഒരിത്തിരി സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ വിനിഗറാണ്. അപ്പോൾ അതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചിക്കന് കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യുകയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കുക. അപ്പം അത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്1 കിലോയിലധികം ചിക്കൻ ഉണ്ട് കേട്ടോ. ഒന്നുകൂടി വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അത് വാഷ് ചെയ്ത് അവിടെ വെച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് നമുക്ക് ഗരം മസാല പൊടിച്ചതില്ലാന്ന്. അപ്പോൾ വേഗം അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കട്ടയിലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ചിക്കൻ അവിടെ കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തൊലിയൊക്കെ കഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇത് നല്ല ഈസിയുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ. ഇത് നമ്മൾ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജാറിൽ ഓൾറെഡി നമ്മൾ മസാല സ്പൈസൊക്കെ പൊടിച്ചതിൻ്റെ പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും നെവർ മൈൻഡ് ആക്കുക. നമ്മൾ ഓൾറെഡി ആ സ്പൈസസൊക്കെ ഇതിലേക്ക് ഇട്ടതല്ലേ. അതിന് ശേഷം ഇത് നമ്മൾ ചതക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ അരച്ചെടുത്തത് ഒന്ന് അരിപ്പയിലൂടെ അരച്ചെടുത്ത ശേഷം ഒരു പിഞ്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് സ്പൈസസ് ഒന്നും ആക്കാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സുർക്ക കൂടി വെച്ചിട്ട് നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് മസാല കൂട്ടിയിട്ടെടുക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ കടായിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ലോങ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ മസാല തേച്ചെടുക്കുന്നുണ്ട്. ഇതൊരു സീക്രട്ടായിട്ടുള്ള എളുപ്പമായിട്ടുള്ള തട്ടിക്കൂട്ട് കടായിയാണ്. പക്ഷേ ടേസ്റ്റിനൊരു പഞ്ഞമില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനൊരു 2 ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ലാ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മളിത് ഇങ്ങനെയാണ് എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മൾ സാധാരണ കടായി വെക്കുന്ന പോലെയല്ല കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിനിടയിൽ നമ്മളെ സോസ് റെഡിയായ പാത്രം എടുത്തിട്ട് തിന്ന് നോക്കുകയാണ് നമ്മുടെ തക്കുട. ചോദിച്ചാ രസമുണ്ട്, എങ്ങനെയുണ്ട്? അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ, അത് പെർഫെക്റ്റ് സോസിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട്. അവന് കാര്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ വെച്ചതിന് ശേഷം അതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു
അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേഗം കടായി തയ്യാറാക്കുകയാണ്. ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ പോലെയാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ സോസിൻ്റെ ഒരു ഷോർട്സ് എടുക്കാമെന്ന് കരുതിയിട്ട് പുറത്ത് പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ സർപ്രൈസ്ഡായി. ഇത്രയൊക്കെ ലുക്ക് കിട്ടുമോ നമ്മൾ ഉണ്ടാക്കിയാലെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒത്തിരി കളർ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും പെർഫെക്റ്റ് ടേസ്റ്റും ആയിരുന്നു കേട്ടോ. കളറിൻ്റെ മാത്രമല്ല ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ ആഡ് ചെയ്തിട്ട് കടായി വേഗം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എക്സാക്റ്റ്ലി ഈ ഒരു കടായി സാധാരണ ഞങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കാറ്, പക്ഷെ ഞാനൊരു തട്ടിക്കൂട്ട് കുറഞ്ഞ പ്രൊഡക്ട്സ് കൊണ്ട് നല്ലൊരു ബെനിഫിറ്റായിട്ടുള്ള സംഭവം ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് ഇനി ഇതുകൂടി ലോങ് ആക്കാത്തത്. കാരണം ഈ ഒരു വീഡിയോയിൽ അത് പറഞ്ഞാൽ എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഏറെ വേണ്ടി വരും. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ കടായി. അപ്പോഴേക്കും നമ്മൾ കുക്കറിൻ്റെ വിസിലും ആവിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത ശേഷം ഓഫാക്കിയിട്ട് കുറച്ച് എയർ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ്ലി കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റൈസ് നമ്മളൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലാതെ കട്ട കുത്തും കരുതിയിട്ടാണ് കേട്ടോ. ഓൾറെഡി ഒത്തിരി കട്ടയുണ്ട്, നമ്മളിങ്ങനെ മാറ്റിയെടുക്കണം. നമ്മൾ കുറച്ച് നെയ്യും അതേപോലെ തന്നെ മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളെ മെയിൻ പരിപാടിയായിട്ടുള്ള പാത്രം കഴുകലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് റൈസും കടായും പപ്പടം പൊരിച്ചതും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ പാത്രം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ എപ്പോൾ കഴുകിയാലും പാത്രം നമ്മളൊരു എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് നിറയൂല്ലേ. അപ്പോൾ ഞാനത് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ്. കൂടാതെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന റൈസും അതേപോലെ തന്നെ കറിയൊക്കെ പാത്രം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈവനിങ് ഇത്ര റിസ്ക് ഉണ്ടാവില്ല എന്നുള്ള വെച്ചിട്ട് നമ്മൾ അതുകൂടി ഒഴിച്ചെടുത്തതും ഒക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു പാത്രം കഴുകൽ മിക്ക പെണ്ണുങ്ങൾക്കും ഉള്ളൊരു തലവേദനയാണ്. പക്ഷെ നമ്മൾ ചെയ്തേ ഒക്കൂ. കാരണം ഇത് നമ്മളിങ്ങനെ സിങ്കിൽ നിറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തികേടല്ലേ. നമ്മൾ എന്ത് പണി കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടയിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല. കൈയൊക്കെ നനയുമ്പോൾ ഫോൺ ക്യാരി ചെയ്യാൻ കഴിയില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒന്നായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കേക്ക് സിങ്കൊന്ന് വാഷ് ചെയ്തിട്ട ശേഷം നമ്മൾ അടുത്ത പരിപാടിയാണ് കേട്ടോ. ഓൾറെഡി അകമൊക്കെ അടിച്ചടി തോർത്തിയതാണ് താത്ത. പക്ഷേ നമ്മൾ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ ഇതേപോലെ പരന്നിട്ടുണ്ടാകും. 2 ചെറിയ കുട്ടികളുണ്ട്, 2 ആളും 3ഉം 2ഉം വയസ്സായ ചെറുക്കന്മാരാണ്. അപ്പോൾ പരത്താൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ആൾക്കാർ. അതുകൊണ്ട് അകമൊന്ന് തൂത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുറ്റവും ആ ഒരു ഫ്രണ്ട് ഏരിയ മാത്രം ഒന്ന് തൂത്തെടുക്കും കേട്ടോ. അടുക്കളേൻ്റെ വാതിലിൻ്റെ ഫ്രണ്ട് ഏരിയയാണത്. അപ്പോൾ അതും ഒന്ന് അടിച്ചരി വൃത്തിയാക്കി ഇടുന്നുണ്ട്. എന്നാലേ നമ്മൾ ജോലി കഴിഞ്ഞു നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ കുറച്ച് അധിക നേരം ഇവിടെ കളിച്ച് തീർന്നിട്ട് അകം ഒന്നുകൂടി എരപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 റൂം മാത്രം ഒന്ന് അടുക്കളയും ഡൈനിങ് ഏരിയയും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചുകൂടി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.